ഒരു മാസത്തെ ക്രാഷ് കൊണ്ട് ഷുവർ MBBS അല്ലെങ്കിൽ മുഴുവൻ ഫീസും റിട്ടേൺ. നിങ്ങളെല്ലാവരും ഈ തംബ്നെയിൽ കണ്ട് വന്ന ആളുകളായിരിക്കും അല്ലേ? മക്കളെ, അതിൻ്റെ താഴെ ചെറുതായി എഴുതി വെച്ചൊരു കാര്യമുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈഡ്. നോക്കൂ, ഒരുപാട് കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, സാറേ ഒരു മാസത്തെ ക്രാഷ് കൊണ്ട് MBBS കിട്ടുമോ എന്ന്. അത്തരം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആ താഴെ തന്ന T&C അപ്ലൈഡ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെന്താണെന്നല്ലേ മക്കളെ, നിങ്ങൾ ഓൾറെഡി ഹയർ സെക്കൻഡറിയുടെ കൂടെ +1 തൊട്ട് നീറ്റ് ഓറിയൻറ്റഡ് ആയ കൃത്യമായ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എജുപോർട്ടിൻ്റെ നീറ്റ് +1 +2 നീറ്റ് ബാച്ചൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ നീറ്റ് ലെവലിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് അതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രോപ്പറായിട്ട് നിങ്ങൾ നീറ്റിന് പഠിച്ച ഒരാളാണെങ്കിൽ, നിങ്ങളൊരു 75% നീറ്റ് ലെവലിലുള്ള പ്രിപ്പറേഷൻ +1ൻ്റെയും +2ൻ്റെയും ഈ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ, ബാക്കിയുള്ള 25% അടുത്ത ഒരു മാസത്തെ ക്രാഷ് കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് എത്തിയ ഒരു കുട്ടിക്ക് മാത്രമേ ക്രാഷ് കൊണ്ട് MBBS കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ താഴെ തന്നിട്ടുള്ള ആ ടേംസ് ആൻഡ് കണ്ടീഷൻ. അതല്ലാതെ ഇന്ന് വരെ അത്യാവശ്യം നന്നായി പഠിച്ച കുട്ടിയാണ്, +1 95% മാർക്കുണ്ട്, 98% ഉണ്ട്. ഓക്കെ, ഇനി +2 ഇപ്പോൾ +1ഒക്കെ നമ്മൾ വിട്ടു, +2 നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു, ഇനി +2ൽ നിങ്ങളിപ്പോൾ ഒരു 99% മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിയാണ് എങ്കിൽ പോലും നിങ്ങൾ ആ പ്രോപ്പർ നീറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മാസത്തെ ക്രാഷ് കൊണ്ട് മാത്രം MBBS നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറയുന്ന പരസ്യങ്ങൾ, അത്തരം പരസ്യങ്ങൾ ഞാൻ നിരന്തരമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്, അത് നിങ്ങളെ പറ്റിക്കുന്ന പരസ്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ കിട്ടാനുള്ള 0.1% സാധ്യത ഒരു പക്ഷേ അവിടെ ഉണ്ടാവും. ബാക്കി 99.99% നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ എന്തിനാണ് സാറേ ഞങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്യേണ്ടത്? മക്കളെ, നീറ്റ് ഒരു മത്സര പരീക്ഷയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊന്ന്. മത്സര പരീക്ഷകളിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ, മറ്റുള്ളവരെക്കാളൊക്കെ നിങ്ങൾ മുന്നിലെത്തുക. എല്ലാ രീതിയിലും മറ്റുള്ളവരെക്കാൾ കൂടുതൽ എഡ്ജ് നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മികച്ച റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടാവുക. കേരളത്തിൽ ഓരോ വർഷവും പരീക്ഷ എഴുതുന്ന 1.5 ലക്ഷത്തോളം കുട്ടികളിൽ നിന്ന് കേവലം 1500 1600 പേർക്ക് മാത്രമാണ് MBBSയിലേക്ക് എത്താൻ പറ്റുന്നത്. ഏകദേശം 1% ആളുകൾക്ക് മാത്രം. ആ 1%ത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അടുത്ത വർഷം എൻട്രൻസ് എഴുതാൻ പോകുന്ന, നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ പോകുന്ന കുട്ടികളെക്കാളെല്ലാം കൂടുതൽ മുന്നിൽ നിങ്ങൾ എത്തിയിരിക്കണം. അതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ. എത്ര ഏർലി തുടങ്ങാൻ പറ്റുമോ അത്രയും ഏർലി തുടങ്ങുന്നത്. മറ്റുള്ളവരെക്കാൾ 1% എഡ്ജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ആ 1% എഡ്ജ് നിങ്ങൾ എടുത്ത് മുന്നേറുക എന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഈ പരീക്ഷയിലൊന്നും നിങ്ങൾ വലിയ റാങ്കൊന്നും വേണ്ട എന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 50 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നൊരു കോഴ്സാണ് നിങ്ങൾക്കിതിലൂടെ ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് 50 ലക്ഷത്തിൻ്റെ വിലയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ MBBS സ്വപ്നം കാണുന്നൊരു കുട്ടിയാണ്, അടുത്ത വർഷത്തെ എൻട്രൻസ് എഴുതി റാങ്ക് സ്വപ്നം കാണുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല, നിങ്ങൾ എവിടെയെങ്കിലും ക്രാഷിന് ജോയിൻ ചെയ്തേ പറ്റൂ. ഇനി ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാറേ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ എക്സ്ട്രാ എഡ്ജുകളെന്ന്. നിങ്ങൾ 1% റൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്ററുകളിലും നിങ്ങളൊരു 1% ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾ ടുഗദർ ആ കാര്യത്തിൽ നിങ്ങളൊരു 100% ബെറ്റർ ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറുമെന്ന്. അതാണ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് എഡ്ജ് കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാലികേറാമലയായിട്ടുള്ള, പലപ്പോഴും റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അതിൽ തന്നെ ഫിസിക്സ്. എന്തുകൊണ്ടാണ് ഫിസിക്സ് ഇത്രയും കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആവുന്നത്, ടഫ് ആവുന്നത്? ഐ വിൽ എക്സ്പ്ലെയിൻ. പലപ്പോഴും ഹയർ സെക്കൻഡറിയിൽ നിങ്ങളിപ്പോൾ 99 99.99% ഒക്കെ മാർക്ക് വാങ്ങിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ ഫിസിക്സിൻ്റെ ഒന്നും ഒരു ഹയർ ലെവൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിനോട് നിങ്ങൾ എക്സ്പോഷർ പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, റീസണിങ് സ്കില്ല് ഇതൊന്നും ഡെവലപ്പ് ആവില്ല. അങ്ങനെ ഡെവലപ്പ് ആവാതിരിക്കുമ്പോഴാണ് നീറ്റ് ലെവലിലുള്ളൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ, പ്രോബ്ലം സോൾവിങ്, റീസണിങ് സ്കില്ലുകളുടെ യൂസാണ് നിങ്ങൾക്ക് വരുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നേരിട്ട് റിപ്പീറ്റിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 1-2 മാസം നിങ്ങൾ ഈ പറയുന്ന ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററുകൾ പ്രോപ്പറായിട്ട് പഠിച്ചു തീർക്കാനോ മറ്റൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ബാക്കിലോട്ട് പോകും. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റാതിരിക്കും, ബാക്ക്ലോഗുകൾ വരും. പിന്നെ നിങ്ങൾ ആ ബാക്ക്ലോഗ്സിനെ കുറിച്ച് ആലോചിച്ച് സ്ഥിരമായിട്ട് സങ്കടപ്പെടാൻ തുടങ്ങും. കുറേ ബാക്ക്ലോഗ് വന്നു, പിന്നെ ആ ഒരു ടെൻഷനും കാരണം നിങ്ങൾക്ക് അടുത്ത
ഭാഗങ്ങളൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളുടെ റിപ്പീറ്റ് എന്ന് പറയുന്ന കാര്യം തന്നെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നിങ്ങളൊരു ക്രാഷിന് ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടെ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1 മന്ത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്സിലും അതുപോലെ കെമിസ്ട്രിയിലൊക്കെ ഈ തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് പ്രോപ്പറായി ഡെവലപ്പ് ചെയ്തെടുക്കാനും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ചാപ്റ്റേഴ്സുമായിട്ടൊക്കെ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടാക്കാനും സാധിക്കും. ആ ഒരു എക്സ്പോഷർ വെച്ചുകൊണ്ട് നിങ്ങൾ റിപ്പീറ്റിന് ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റിപ്പീറ്റിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് അടുത്ത വർഷം കൊണ്ട് തന്നെ എത്താൻ പറ്റും. രണ്ടാമതായി ക്രാഷിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ വലിയൊരു സംശയമാണ്, സാറേ ഞങ്ങൾ ഓൺലൈൻ ജോയിൻ ചെയ്യണോ ഓഫ്ലൈൻ ജോയിൻ ചെയ്യണോ? നിങ്ങൾ ഫിനാൻഷ്യലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനായി തന്നെ ജോയിൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദ റീസൺ ഈസ്, ഞാൻ നേരത്തെ ഫിസിക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഹോസ്റ്റൽ ലൈഫിൻ്റെ കാര്യവും. ഒരു ഹോസ്റ്റൽ ലൈഫ് ഈസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ വളരെ ചെറുപ്പം പ്രായത്തിൽ 6ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിൽ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റിന് വേണ്ടി ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഐ വാസ് റിയലി എൻജോയിങ് ദാറ്റ്. പക്ഷേ അതേ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയ അനുഭവം വാസ് റിയലി ഡിഫറെൻറ്റ്. ഒട്ടും രസം ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയപ്പോൾ. ഇതേ കാര്യം നമ്മുടെ റിപ്പീറ്റിലേക്കും മറ്റൊക്കെ ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഞാൻ കാണാറുണ്ട്. അതായത് നിങ്ങൾ പലപ്പോഴും വീട്ടിൽ വളരെ കോസി ആയിട്ട് ഇരുന്ന് പഠിച്ച ആളുകളായിരിക്കും, വളരെ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി ഒക്കെ പഠിച്ച് ജീവിച്ച ആളുകളായിരിക്കും. ഹോസ്റ്റലിൽ അങ്ങനെ ആയിരിക്കില്ല. ഹോസ്റ്റലിൽ നിങ്ങൾ ഒരു റൂമിൽ ഒരുപാട് പേര്, എവിടെ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ എൻട്രൻസ് കോച്ചിങ് ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ റൂമിൽ ഒരാളോ രണ്ടാളോ ആയിരിക്കില്ല. നിങ്ങളൊരു റൂമിൽ ചിലപ്പോൾ 3 or 4 പേഴ്സൺസ് ഒക്കെ റൂമിലുണ്ടാവും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്റ്റഡി ഹാളിൽ 4, 5, 6 ആളുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ 50 ആളുടെ കൂടെ ഒക്കെ ഇരുന്ന് പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന കുറേ പ്രശ്നമാണ്. കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് പഠിക്കാൻ വയ്യ. അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന് തിന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ അടുക്കളയിൽ പോയി എടുത്ത് കൊണ്ടുവന്ന് തിന്ന് പഠിക്കുക. അങ്ങനത്തെ ഒന്നും കാര്യം എൻട്രൻസിൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ എൻട്രൻസിൽ യു ആർ സ്റ്റഡിങ് 24 hours ഓൾമോസ്റ്റ്. ഉറങ്ങാത്ത സമയമല്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം റാങ്കിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു മൂലയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പാട്ട് കേട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും പഠിച്ച് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ പലപ്പോഴും ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റിന് വരുമ്പോൾ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഇതിനോട് അഡാപ്റ്റ് ആവാൻ വേണ്ടി കുട്ടിയൊക്കെ എടുക്കാറുണ്ട്. ആ ഒരു മാസം കൊണ്ട് തന്നെ ഒരുപാട് ടോപ്പിക്ക് കവറായി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസ് സംഭവിക്കും. ബാക്ക്ലോഗുകൾ, ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാവും, പഠിച്ച് തീർക്കാതിരിക്കാം, പഠിച്ച് തീരൂല. പിന്നീട് ആ പഠിച്ച് തീരാത്ത ആലോചിച്ച് കുറേ ആ ഒരു ടെൻഷൻ കാരണം ഭയങ്കര ഒരു വലിയ കാര്യമാണ് റിപ്പീറ്റ്. എന്താ പറയുക, എന്തായാലും ദർ ഈസ് എ റിസ്ക് ഫാക്ടർ അല്ലേ. നിങ്ങൾ ഒരു വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നാട്ടുകാരറിയും, വീട്ടുകാരറിയും, എവ്രി വൺ നോസ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കും റിപ്പീറ്റിന് പോയില്ലേ, എന്നിട്ട് കിട്ടിയില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ റിപ്പീറ്റിന് പോയില്ലേ, ഈ പ്രാവശ്യം കിട്ടൂല എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും റിപ്പീറ്റ് സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടെൻഷൻ ആലോചിച്ച് നോക്ക്. ഇറ്റ് മൈ ബി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു നിങ്ങളുടെ അടുത്ത വർഷത്തെ റിപ്പീറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ 100% നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ജോയിൻ ഫോർ ക്രാഷ്. രണ്ടാമതായി, ക്രാഷ് എന്ന് പറയുന്നത് ഒരു മാസത്തെ ഒരു പ്രോസസ്സാണ്. അതിൽ ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് ജങ്ക് ഓഫ് നോളജ്, ജങ്ക് ഓഫ് കണ്ടൻറ്റ്, ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ക്രാഷിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഏറ്റവും ക്രിസ്പായിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതിന് കൂടെ തന്നെയാണ് നമ്മുടെ അഡാപ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും പേഴ്സണലി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും ലെവല് അവരെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കാൻ നമ്മുടെ ഈ ഒരു അഡാപ്റ്റീവ് AI ടെക്നോളജിക്ക് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമതായി, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എഡ്ജാണ് നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത്. പലപ്പോഴും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ സാധാരണ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നു, താഴെ വന്ന് നിങ്ങൾ പഠിക്കുന്നു എന്നൊരു സെറ്റപ്പിന് അപ്പുറത്ത് നിങ്ങൾക്ക് നമ്മൾ ഒരുക്കുന്നത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാമായിട്ട് പഠിക്കാൻ പറ്റുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൊരു ക്യാമ്പസ് സംവിധാനമാണ്. പല സ്ഥലത്തും ക്യാമ്പസ് സംവിധാനങ്ങളുണ്ട്, പക്ഷേ ഹോസ്റ്റൽ വളരെ ദൂരെയാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായി തന്നെ നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന ഹോസ്റ്റൽ സംവിധാനവും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ
മനോഹരമായ ഒരു ക്യാമ്പസ്, അതിനടുത്ത് നിങ്ങൾക്ക് നടന്നു പോയി വരാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെ നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന എല്ലാ രീതിയിലുള്ള എൻവയോൺമെൻറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്ന് പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാളും ഒരു 30 to 50 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എജുപോർട്ടിൽ പഠിച്ചാൽ അധികമായി കിട്ടും. മറ്റൊരിടത്ത് പഠിച്ച് നിങ്ങളൊരു 500 മാർക്കിലേക്ക് എത്തുമെങ്കിൽ ഇവിടെ പഠിച്ചാൽ ഇറ്റ്സ് മൈ ഗ്യാരണ്ടി ഒരു 530 അല്ലെങ്കിൽ 550 നിങ്ങളെത്തും. മറ്റൊരു സ്ഥലത്ത് പഠിച്ച് നിങ്ങൾ 600 കിട്ടുമെങ്കിൽ ഇവിടെ പഠിച്ചാൽ നിങ്ങളൊരു 650 എത്തും. മറ്റൊരിടത്ത് പഠിച്ച് 650 ആണ് നിങ്ങൾ കിട്ടാൻ പോകുന്നതെങ്കിൽ നിങ്ങളിവിടെ ഒരു 680, 696, ഒരു 700 നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ എഡ്യൂപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ പിന്നീട് കോൺടാക്ട് ചെയ്തോളൂ.